നമസ്കാരം, ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കുടുംബ ബജറ്റുകളെയും കമ്പനികളുടെ ലാഭത്തെയും ആശങ്കയിലാഴ്ത്തി മൊത്തവില സൂചിക കുതിച്ചുയർന്നു. ഫെബ്രുവരിയിൽ 11 മാസത്തെ ഉയരത്തിലെത്തി. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ആഗോള ബ്രോക്കറേജുകളുടെ മുന്നറിയിപ്പ്. നിഫ്റ്റി 50 ടാർഗറ്റ് വെട്ടിക്കുറച്ചു. മാർച്ച് മാസത്തിൽ ഒപ്പിടാനിരുന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നീളുമെന്ന് കേന്ദ്ര സർക്കാർ. പുതിയ താരിഫ് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട്. കോൾ ഇന്ത്യയുടെ ഉപകമ്പനി സെൻട്രൽ മൈൻ പ്ലാനിംഗ് IPOയുമായി എത്തുന്നു. പൊതുമേഖലാ ഭീമന് ലഭിക്കുന്നത് 57,233% ലാഭമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ വ്യാപാര കമ്മി ഉയർന്നു. ഫെബ്രുവരിയിൽ വ്യാപാര കമ്മി $27.1 ബില്യൺ വർദ്ധിച്ചത്. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 938.93 പോയിന്റ് ഉയർന്ന് 75,502.85-ലും നിഫ്റ്റി 257.7 പോയിന്റ് ഉയർന്ന് 24,408.80-ലും വ്യാപാരം അവസാനിപ്പിച്ചു. വിശദാംശങ്ങളുമായി നിഖിൽ ചേരുന്നുണ്ട്. നിഖിൽ, ഇന്നത്തെ ഈ നേട്ടത്തിന് കാരണമായ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതായത് അവസാന ആഴ്ചത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 5.31% ഒരു കനത്ത ഇടിവ് തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അവിടെ നിന്ന് ഈ ഒരു പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വിപണിയെ സംബന്ധിച്ചിടത്തോളം 23,000 എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ലെവൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു ഡൗൺ പോയിന്റിൽ നിന്ന് വളരെ മികച്ച രീതിയിലുള്ളൊരു വാല്യൂ ബൈങ് വിപണിയിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു ഇന്നത്തെ ട്രേഡിങ്ങിൽ കാണാൻ സാധിച്ചത്. അതായത് നിഫ്റ്റിയുടെ ഒരു ഇൻട്രാഡേ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 22,955 എന്ന് പറഞ്ഞൊരു ലെവലിൽ വരെ താണതിന് ശേഷമാണ് നിലവിൽ ഇപ്പോൾ ഈ ഒരു 25,502 വരെയുള്ള ഒരു ഉയർച്ച ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് കൂടി ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നേട്ടത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു വാല്യൂ ബൈങ്. അതായത് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്നത്തെ ഇൻട്രാഡേ നോക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ളൊരു താഴ്ച വിപണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായി. അതുകൊണ്ട് തന്നെ പല ഓഹരികളും നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു വാല്യുവേഷനിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ ഒരു വാല്യൂ ബൈങ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാരണം തന്നെയാണ് ഇന്ന് വിപണിയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം ഒരു തിരിച്ചുവരവിനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. കൂടാതെ ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിലും കാര്യമായ രീതിയിലുള്ള ഒരു വർധനമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെർട്ടനിറ്റി കുറച്ചുകൂടി കൂടുതലായിരുന്നു. ഇതും ഇന്നിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് തന്നെ എഫക്റ്റ് ചെയ്തതായിട്ട് കൂടിയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിലവിലെ നിഫ്റ്റിയുടെ ഒരു ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. 1.11% നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 23,408 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50 ഇന്നിപ്പോൾ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കും. വ്യക്തമാണ്, ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് നേട്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. നിഖിലാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കുടുംബ ബജറ്റുകളെയും കമ്പനികളുടെ ലാഭത്തെയും ആശങ്കയിലാഴ്ത്തി മൊത്തവില സൂചിക കുതിച്ചുയർന്നു. ഫെബ്രുവരിയിൽ 11 മാസത്തെ ഉയരത്തിലെത്തി. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജനുവരിയിൽ 1.81% മൊത്തവില പണപ്പെരുപ്പം ഫെബ്രുവരിയിൽ 2.13% വർദ്ധിച്ചു. ഡിസംബറിൽ ഇത് വെറും 0.96% മാത്രമായിരുന്നു. ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിലുണ്ടായ ഈ വർധനവ് സമ്പദ് വ്യവസ്ഥയിൽ പണപ്പെരുപ്പ സമ്മർദ്ദം ശക്തമാകുന്നതിന്റെ സൂചനയാണ്. മൊത്തവില സൂചികയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നിർമ്മിത ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റമാണ് ഈ വർധനവിന് പ്രധാന കാരണം. അടിസ്ഥാന ലോഹങ്ങൾ, വസ്ത്രങ്ങൾ, മറ്റ് ഉൽപാദന വസ്തുക്കൾ എന്നിവയുടെ വില വർദ്ധിച്ചത് പണപ്പെരുപ്പം 2.92% ഉയർത്തി. ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പവും ആശങ്കയുയർത്തുന്നുണ്ട്. ജനുവരിയിൽ 1.41% ഫെബ്രുവരിയിൽ 1.85% ഉയർന്നു. എന്നാൽ ആശ്വാസകരമായൊരു കാര്യം ഇന്ധന ഊർജ്ജ മേഖലയിലെ പണപ്പെരുപ്പം ഇപ്പോഴും നെഗറ്റീവ് നിലവാരത്തിലാണ് എന്നതാണ്. എങ്കിലും മുൻമാസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ധനവിലയിൽ 1.17% വർധനവ് ഫെബ്രുവരിയിൽ പ്രകടമാണ്. ഇത് സൂചിപ്പിക്കുന്നത് യുദ്ധം മൂലമുള്ള എണ്ണവില വർധന പതുക്കെ വിപണിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. പശ്ചിമേഷ്യയിലെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം പണപ്പെരുപ്പത്തിന്റെ ഭാവി തീരുമാനിക്കുന്നതിൽ നിർണായകമാകും.
മൊത്തവിലയിലുണ്ടായ ഈ വർധന വരും മാസങ്ങളിൽ ചില്ലറ വിൽപ്പന പണപ്പെരുപ്പത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ പലിശ നിരക്കുകൾ കുറയ്ക്കാനുള്ള RBIയുടെ നീക്കങ്ങളും വൈകിയേക്കാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ആഗോള ബ്രോക്കറേജുകളുടെ മുന്നറിയിപ്പ്. നിഫ്റ്റി 50 ടാർഗറ്റ് വെട്ടിക്കുറച്ചു. സിറ്റിയും നോമുറയുമാണ് നിഫ്റ്റി 50യുടെ ടാർഗറ്റ് കുറച്ചത്. ഈ വർഷം കൈവരിക്കുമെന്ന് കരുതിയ നേട്ടങ്ങളിൽ വൻ ഇടിവുണ്ടാകുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിറ്റി റിസർച്ച് നിഫ്റ്റിയുടെ ഡിസംബർ ടാർഗറ്റ് 28,500-ൽ നിന്നും 27,000-ആയി കുറച്ചു. അതിനേക്കാൾ വലിയ പ്രഹരം നൽകിയത് നോമുറയാണ്. അവർ തങ്ങളുടെ ടാർഗറ്റ് 29,300-ൽ നിന്നും കുത്തനെ 24,900-ലേക്ക് താഴ്ത്തിയിരിക്കുന്നു. അതായത് വിപണിയിൽ പ്രതീക്ഷിച്ച വളർച്ചയിൽ പകുതിയിലധികം വെട്ടിക്കുറച്ചു. ഇതിന്റെ പ്രധാന കാരണം ഹോർമുസ് കടലിടുക്കിലെ പ്രതിസന്ധിയാണ്. റഷ്യ-ഉക്രൈൻ യുദ്ധത്തെക്കാൾ ഭീകരമാണ് ഈ സാഹചര്യം. കാരണം ലോകത്തെ 25% എണ്ണയും LNGയും കടന്നുപോകുന്നത് ഈ പാതയിലൂടെയാണ്. ഇതിലുണ്ടാകുന്ന തടസ്സം കേവലം വിലക്കയറ്റം മാത്രമല്ല, ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെ തന്നെ ബാധിക്കുന്ന സപ്ലൈ ഷോക്കായി മാറുമെന്നും നോമുറ റിപ്പോർട്ട് ചെയ്യുന്നു. കൽക്കരി, ഊർജം, ഹെൽത്ത് കെയർ, ഫാർമ, ടെലികോം, എണ്ണ ഉൽപാദന കമ്പനികൾ എന്നിവയിലാണ് നോമുറയ്ക്ക് പ്രതീക്ഷയുള്ളത്. യുദ്ധം മൂലം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകാൻ പോകുന്ന ആഘാതം സിറ്റി കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. വരും സാമ്പത്തിക വർഷത്തെ GDP വളർച്ചയിൽ 20 മുതൽ 30 ബേസിസ് പോയിന്റ് വരെ കുറവുണ്ടാകാം. വിലക്കയറ്റം 75 ബേസിസ് പോയിന്റ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റിലും മാറ്റം വരും. ഇറക്കുമതി ചെലവ് കൂടുന്നത് മൂലം $25 ബില്യൺ അധിക ബാധ്യത ഇന്ത്യക്കുണ്ടാകും. വിപണിയിലെ എല്ലാ സെക്ടറുകളെയും ഇത് ഒരുപോലെയല്ല ബാധിക്കുന്നതെന്നും സിറ്റി ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും വലിയ തിരിച്ചടി നേരിടാൻ പോകുന്നത് ഫെർട്ടിലൈസർ ആൻഡ് പെട്രോ കെമിക്കൽസ് മേഖലയാണ്. ക്രൂഡ് ഓയിൽ വില കൂടുന്നതും സെമി കണ്ടക്ടർ വിതരണത്തിലെ തടസ്സങ്ങളും കണക്കിലെടുത്ത് സിറ്റി ഓട്ടോമൊബൈൽ സെക്ടറിനെ ഓവർവെയ്റ്റ് എന്നതിൽ നിന്നും ന്യൂട്രൽ എന്നതിലേക്ക് തരം താഴ്ത്തി. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പോലുള്ള വലിയ ഓഹരികളെ ടോപ്പ് പിക്സിൽ നിന്നും ഒഴിവാക്കി എന്നതും ശ്രദ്ധേയമാണ്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികളിൽ ഇനിയും 3% തിരുത്തൽ വരാൻ സാധ്യതയുണ്ടെന്നാണ് നോമുറയുടെ നിരീക്ഷണം. അതേസമയം RBI പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ വൈകുന്നത് വിപണിയുടെ തിരിച്ചുവരവിനെ ബാധിച്ചേക്കാമെന്നും ബ്രോക്കറേജുകൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മാർച്ച് മാസത്തിൽ ഒപ്പിടാനിരുന്ന ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാർ നീളുമെന്ന് കേന്ദ്ര സർക്കാർ. പുതിയ താരിഫ് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രൂപം നൽകിയ ഇടക്കാല വ്യാപാര കരാർ ഇപ്പോൾ ഒരു നിയമക്കുരുക്കിലാണ്. ഇന്ത്യയുടെ മേലുള്ള ഇറക്കുമതി തീരുവ 25%-ൽ നിന്നും 18%-ആയി ട്രംപ് കുറച്ചിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് വഴി ഏർപ്പെടുത്തിയ അധിക നികുതിയും ഒഴിവാക്കി നൽകി. എന്നാൽ ട്രംപ് നടപ്പിലാക്കിയ ആഗോള താരിഫ് നയങ്ങൾ US സുപ്രീം കോടതി റദ്ദാക്കി. ഇതോടെ പുതിയൊരു ഗ്ലോബൽ താരിഫ് ആർക്കിടെക്ചർ അമേരിക്ക നിർമ്മിക്കുന്നതുവരെ കരാർ ഒപ്പിടൽ നീണ്ടുപോകുമെന്ന് ഇന്ത്യൻ വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ തിരിച്ചടിക്ക് പിന്നാലെ മറ്റൊരു നിയമത്തിലൂടെ സ്റ്റീൽ, അലുമിനിയം, കാറുകൾ എന്നിവയ്ക്ക് മേൽ പുതിയ നികുതികൾ ചുമത്താൻ ട്രംപ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു. നിലവിൽ ആഗോളതലത്തിൽ 10% സാർവത്രിക താരിഫ് ഏർപ്പെടുത്താനാണ് നീക്കം. ഈ പുതിയ താരിഫ് ഘടനയ്ക്ക് അനുസൃതമായി മാത്രമേ ഇന്ത്യയുമായുള്ള അന്തിമ കരാറിൽ ഒപ്പിടാൻ അമേരിക്കയ്ക്ക് സാധിക്കൂ. ഓരോ രാജ്യത്തിനും പ്രത്യേകമായ താരിഫുകൾ നിശ്ചയിക്കുന്നതിനുള്ള പുതിയ അന്വേഷണങ്ങളും ട്രംപ് ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഈ നയപരമായ മാറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ്. പുതിയ താരിഫ് ഘടന നിലവിൽ വരുമ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് അത് എങ്ങനെ ഗുണകരമാകുമെന്നതാണ് വരും മാസങ്ങളിൽ നാം ഉറ്റുനോക്കുന്നത്. ഇന്ത്യയുടെ സ്റ്റീൽ, ഓട്ടോമൊബൈൽ സെക്ടറുകളെയും ഇത് നേരിട്ട് ബാധിക്കും. US സുപ്രീം കോടതി വിധി മൂലം ട്രില്യൺ കണക്കിന് ഡോളർ അമേരിക്കയ്ക്ക് നഷ്ടപ്പെടാൻ താൻ അനുവദിക്കില്ല എന്നാണ് ട്രംപ് ഇതിനോട് പ്രതികരിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കോൾ ഇന്ത്യയുടെ ഉപകമ്പനി സെൻട്രൽ മൈൻ പ്ലാനിംഗ് IPOയുമായി എത്തുന്നു. പൊതുമേഖലാ ഭീമന് ലഭിക്കുന്നത് 57,233% ലാഭമെന്ന റിപ്പോർട്ട്. സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ IPO 20-ന് ആരംഭിച്ച് 24-ന് അവസാനിക്കും. 163 രൂപ മുതൽ 172 രൂപ വരെയാണ് പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഒരു ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള 1,842 കോടി രൂപയും മാതൃകമ്പനിയായ കോൾ ഇന്ത്യക്കാണ് ലഭിക്കുക. ഇതിലെ ഏറ്റവും രസകരമായ കണക്ക് മറ്റൊന്നാണ്. ഒരു ഓഹരിക്ക് ശരാശരി 30 പൈസ നിരക്കിലാണ് കോൾ ഇന്ത്യ ഈ ഓഹരികൾ സ്വന്തമാക്കിയത്. ഇന്നത്തെ അപ്പർ പ്രൈസ് ബാൻഡ് അനുസരിച്ച് കണക്കാക്കിയാൽ കോൾ ഇന്ത്യക്ക് ലഭിക്കുന്നത് 57,233% റിട്ടേൺ ആണ്. അതായത് വെറും 3.2 കോടി രൂപയുടെ നിക്ഷേപം ഇന്ന് 1,842 കോടി രൂപയായി വളർന്നിരിക്കുന്നു.
2026 IPO വിപണി അല്പം തടുത്ത നിലയിലാണെങ്കിലും സെൻട്രൽ മൈൻ പ്ലാനിംഗ് വലിയ പ്രതീക്ഷയാണുള്ളത്. ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ ജനുവരിയിൽ വന്ന മറ്റൊരു കോൾ ഇന്ത്യ ഉപകമ്പനിയായ ഭാരത് കോക്കിംഗ് കോളാണ്. 143 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ നേടിയ BCCL നിക്ഷേപകരുടെ പണം ഇരട്ടിയാക്കി മാറ്റിയിരുന്നു. 5 പതിറ്റാണ്ടിന്റെ പ്രവൃത്തി പരിചയമുള്ള ഈ മിനിരത്ന കമ്പനി കൽക്കരി ധാതുഖനന മേഖലയിലെ കൺസൾട്ടൻസിയിൽ മുൻപന്തിയിലാണ്. 2025 ഡിസംബർ വരെയുള്ള 9 മാസ കാലയളവിൽ 425 കോടി രൂപയുടെ ലാഭമാണ് കമ്പനി റിപ്പോർട്ട് ചെയ്തത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 9% വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൽക്കരി മന്ത്രാലയത്തിന്റെ നിർണായകമായ പല പദ്ധതികളിലും ഈ കമ്പനി പങ്കാളിയുമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ വ്യാപാര കമ്മി ഉയർന്നു. ഫെബ്രുവരിയിൽ വ്യാപാര കമ്മി $27.1 ബില്യൺ വർദ്ധിച്ചത്. ഇന്ത്യയുടെ വ്യാപാര കമ്മി ഫെബ്രുവരിയിൽ $27.10 ബില്യൺ വർദ്ധിച്ചതായി വാണിജ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ മാസത്തിൽ ഇത് $14.42 ബില്യൺ ആയിരുന്നു. കയറ്റുമതി $36.61 ബില്യൺ ഇറക്കുമതി $63.71 ബില്യൺ റോയിറ്റേഴ്സ് പോൾ പ്രകാരം ഫെബ്രുവരിയിലെ ഇന്ത്യയുടെ വ്യാപാര കമ്മി $28.8 ബില്യൺ ആകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചിരുന്നു. ഇത് മുൻമാസം രേഖപ്പെടുത്തിയ $34.68 ബില്യൺ കുറവാണ്. അതേസമയം 2025-26 ഏപ്രിൽ ഫെബ്രുവരി കാലയളവിൽ ഇന്ത്യയുടെ വ്യാപാര കയറ്റുമതി $402.93 ബില്യൺ ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് $395.66 ബില്യൺ ആയിരുന്നു. 1.84% വർധനവ് രേഖപ്പെടുത്തി. ഗൾഫിലെ വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ ആഘാതം ഇതുവരെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് ഏറ്റവും പുതിയ വ്യാപാര കണക്കുകൾ വ്യക്തമാക്കുന്നു. ലോജിസ്റ്റിക്സ് തടസ്സങ്ങൾ കാരണം മാർച്ച് മാസം വെല്ലുവിളി നിറഞ്ഞ ഒന്നായിരുന്നുവെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സാഹചര്യം കയറ്റുമതിയെ ബാധിക്കും. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതിനാൽ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കുകയും ലോജിസ്റ്റിക്സ് ചെലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് 160 രൂപയും പവന് 1280 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 14,430 രൂപയും പവന് 1,15,440 രൂപയുമായി. ഇന്ന് രാവിലെ പവന് 360 രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയിരുന്നു. അതിന് പുറമെയാണ് ഉച്ചയ്ക്കുണ്ടായ വിലയിടിവ്. ഇന്ന് മാത്രം സ്വർണത്തിന് കുറഞ്ഞത് പവന് 1,640 രൂപയാണ്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 11,855 രൂപയായി. പവന് 1,040 രൂപ കുറഞ്ഞ് 94,840 രൂപയായി. വെള്ളി ഗ്രാമിന് 270 രൂപയിലാണ് വ്യാപാരം. പ്രധാന വാർത്തകൾ വീണ്ടും. കുടുംബ ബജറ്റുകളെയും കമ്പനികളുടെ ലാഭത്തെയും ആശങ്കയിലാഴ്ത്തി മൊത്തവില സൂചിക കുതിച്ചുയർന്നു. ഫെബ്രുവരിയിൽ 11 മാസത്തെ ഉയരത്തിലെത്തി. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ ആഗോള ബ്രോക്കറേജുകളുടെ മുന്നറിയിപ്പ്. നിഫ്റ്റി 50 ടാർഗറ്റ് വെട്ടിക്കുറച്ചു. മാർച്ച് മാസത്തിൽ ഒപ്പിടാനിരുന്ന ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ നീളുമെന്ന് കേന്ദ്ര സർക്കാർ. പുതിയ താരിഫ് വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട്. കോൾ ഇന്ത്യയുടെ ഉപകമ്പനി സെൻട്രൽ മൈൻ പ്ലാനിംഗ് IPOയുമായി എത്തുന്നു. പൊതുമേഖലാ ഭീമന് ലഭിക്കുന്നത് 57,233% ലാഭമെന്ന് റിപ്പോർട്ട്. ഇന്ത്യയുടെ വ്യാപാര കമ്മി ഉയർന്നു. ഫെബ്രുവരിയിൽ വ്യാപാര കമ്മി $27.1 ബില്യൺ വർദ്ധിച്ചത്. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.